ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി സംവിധായകൻ സജി സുരേന്ദ്രനും നായകൻ അനൂപ് മേനോനുമാണ് നമ്മോടൊപ്പം ചേരുന്നത്. സ്വാഗതം. നമസ്കാരം. സജി സുരേന്ദ്രൻ സംവിധാനം ചെയ്യുന്ന 6ാമത്തെ ചിത്രം ഹസ്ബൻഡ്സ് ഇൻ ഗോവ എന്ന ചിത്രത്തിന് ശേഷം ഇപ്പോൾ ഈ മാസം 14 തിയേറ്ററുകളിലെത്താനിരിക്കുകയാണ്. എന്തൊക്കെയാണ് ചിത്രത്തെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ? എല്ലാ ചിത്രങ്ങളും ചെയ്യുമ്പോഴത്തേക്കും ഉള്ള പ്രതീക്ഷ തന്നെയാണ് ഇതൊരു വലിയ വിജയമാകണേ എന്നുള്ളൊരു പ്രതീക്ഷയും പ്രാർത്ഥനയും. അതുപോലെ തന്നെയാണ് ഇതുവരെ ചെയ്ത ചിത്രങ്ങളുടെ ആ ഒരു ഇതിൽപ്പെട്ട ഒരു സിനിമ തന്നെയാണ്. അതായത് ഇപ്പം ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് എൻ്റർടൈനേഴ്സാണ്, അതുപോലെ തന്നെ ആണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സിനിമ ഇവർ വാഹിദരായൽ മുതൽ ലാസ്റ്റ് സിനിമ ഹാപ്പി ഹസ്ബൻഡ്സ് വരെ പ്രേക്ഷകരെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന അല്ലെങ്കിൽ ചിരിപ്പിക്കുന്ന ടെൻഷൻസ് എന്നൊക്കെ ഒരു 2 മണിക്കൂർ റിലീഫിന് വേണ്ടിയിട്ട് തിയേറ്ററിൽ എത്തുമ്പോൾ അവരെ ആസ്വദിപ്പിക്കുന്ന ചിത്രങ്ങളാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്. ഇതും അതേ ടീമിൻ്റെ തന്നെയാണ്. ഇപ്പം കൃഷ്ണേട്ടനാണ് അതിൻ്റെ സ്ക്രീൻ പ്ലേ ഡയലോഗ്സ്, ഫുൾ ഞങ്ങളുടെ ടീം തന്നെയാണ്. അതിലേക്ക് ഇപ്പോൾ അനൂപ് വരികയാണ്. അനൂപിൻ്റെ തന്നെയാണ് സബ്ജക്റ്റ്. അപ്പോൾ ശരിക്കും ഇതുവരെ അനൂപ് ചെയ്തിട്ടുള്ള സിനിമകളിൽ നിന്നും അനൂപ് ചെയ്യുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ജീവൻ എന്നുള്ളത്. ഞങ്ങൾ ചെയ്തു വരുന്ന ജോണറിലുള്ള സിനിമ തന്നെയാണ്. ഇതിനകത്ത് അത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കാരണം ഇത് നമ്മൾ ആദ്യമായിട്ട് ഈ ക്യാരക്ടറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞതുപോലെ തന്നെ അനൂപിനെ ഓൾമോസ്റ്റ് 1998 മുതൽ എനിക്കറിയാം. ഞാൻ ആദ്യമായിട്ട് ഒരാളുടെ മുഖത്ത് ക്യാമറ വെച്ചിട്ട് ആക്ഷനും കട്ടും പറയുന്ന അനൂപിലാണ്. അപ്പോൾ അന്ന് തുടങ്ങിയൊരു സൗഹൃദമാണ്. ഓൾമോസ്റ്റ് 1999 അപ്പോൾ ഒരു 10-14 വർഷത്തെ ഒരു ബന്ധമുണ്ട്. ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നോ ഒരു ബ്രദർലി അഫെക്ഷനോ അങ്ങനെയുള്ളൊരു ബന്ധമുണ്ട്. അപ്പം A to Z ഞങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പേഴ്സണലായിട്ട് തന്നെ നമ്മുടെ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ അനൂപ് എന്താണ്, അനൂപിൻ്റെ ലിമിറ്റേഷൻ എന്താണ്, അനൂപിന് ഏതൊരു എക്സ്റ്റെൻറ്റ് വരെ ചെയ്യാൻ പറ്റുന്നതൊക്കെ പേഴ്സണലിയും പ്രൊഫഷണലിയും അറിയാവുന്നൊരു വ്യക്തിയാണ്. കണ്ടിന്യൂസ് ടെലി സിനിമകൾ ചെയ്യുന്നൊരു സമയമുണ്ടായിരുന്നു. സിനിമ ഒരുമിച്ച് സ്വപ്നം കണ്ടു കിടന്നൊരു സമയമുണ്ടായിരുന്നു. ഒരുമിച്ചുണ്ടായ മെഗാ സീരിയൽസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അറിയാം എന്താണ് അനൂപെന്ന്. എനിക്ക് മറ്റു ഒരു ഡയറക്ടേഴ്സിനേക്കാളും വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം. അതാണ്. അപ്പം ഈ കഥ തന്നെ ഈ 10-14 വർഷങ്ങൾക്ക് മുമ്പ് അനൂപ് പറയുന്ന ഒരു എലമെൻ്റാണ്. അന്ന് മുതലേ നമ്മുടെ മനസ്സിലുള്ളത് തന്നെയാണ്. അപ്പോൾ അതും നമുക്ക് അന്യമല്ല, പുതുമയല്ല. അത് നമ്മുടെ മനസ്സിൽ ഇപ്പം അനൂപിൻ്റെ മനസ്സിലല്ല, എൻ്റെ മനസ്സിലല്ല, ഇതുണ്ട് ഓൾറെഡി. അപ്പോൾ ഇതിലെ ജീവൻ എന്ന് പറയുന്നത് വളരെ കോയിൻസിഡൻ്റ് ആയിട്ട് ആദ്യത്തെ ടെലിഫിലിം ഞാൻ അനൂപിനെ വെച്ച് ഡയറക്റ്റ് ചെയ്തു. ഞാൻ ഡിസംബർ മിസ്സിലെ നായകൻ്റെ ക്യാരക്ടറിൻ്റെ പേരും ജീവനാണ്. ഞാൻ ആദ്യമായിട്ട് ഫുൾ ലെങ്ത് സിനിമ അനൂപ് നായകനെ വന്ന ക്യാരക്ടറിൻ്റെ പേരും ജീവനാണ്. വളരെ കോയിൻസിഡൻസ്. അനൂപ് ഓർത്തിട്ടുണ്ടോ എന്ന് അറിയില്ല. വളരെ കോയിൻസിഡൻസ് ആണ്. അപ്പം അങ്ങനെ ഒരു സർക്കിൾ പൂർത്തിയാവുന്ന പോലെയാണ്. അന്ന് ഞങ്ങൾ കോഫി ഷോപ്പുകളിൽ വൈകുന്നേരങ്ങളിൽ സിനിമയുടെ കഥകൾ ചർച്ച ചെയ്തിരുന്ന സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സിനിമ ഭയങ്കരമായ പാഷനോടുകൂടി സിനിമയിൽ എത്തിപ്പെടണം എന്നുള്ള അങ്ങനെ ഒരു അത്യാഗ്രഹത്തോടുകൂടി നടന്നൊരു സമയം ഉണ്ടായിരുന്നു. എൻ്റെ ഫ്ലാറ്റിലേക്ക് വരിക, ചില CD കൊണ്ടുവരിക, അനൂപിൻ്റെ വീട്ടിലേക്ക്, അങ്ങനെ ഒരു സമയം. അവിടെ നിന്ന് ഇതിലേക്ക് എത്തുമ്പോൾ ഒരു ഗ്രോത്ത്, അനൂപിലൊരു ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഞാൻ കണ്ടിരുന്ന വെറും ഒരു സീരിയൽസിൽ അഭിനയിക്കുന്ന ഒരു ആക്ടർ മാത്രമായിരുന്നെങ്കിൽ ഇന്ന് അനൂപ് അതൊരു ആക്ടിങ്ങിനേക്കാളേറെ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന സ്ക്രിപ്റ്റ് എഴുതുന്ന ഒരു രചയിതാവായിട്ടും അതുപോലെ തന്നെ ഈ ചെറുപ്പക്കാരുടെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള ആക്ടറുമായിട്ട് മാറിക്കഴിഞ്ഞു. അപ്പോഴും എനിക്ക് അനൂപ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സിനിമയിൽ അനൂപ് അഭിനയിക്കുമ്പോഴത്തേക്ക് അനൂപിൻ്റെ അടുത്ത് ഓപ്പണായിട്ട് അത് ശരിയായില്ലെന്ന് പറയാനുള്ള മടിയോ അല്ലെങ്കിൽ ഇത് നന്നായിട്ടുണ്ടെന്നുള്ള കോംപ്ലിമെൻറ്റ് കൊടുക്കാനോ ഒന്നും എനിക്കൊരു യാതൊരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് അനൂപിനിലേക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അന്ന് സീരിയൽസിന് അനൂപിന് ഒരുപാട് ഫാൻസ് ആയിരുന്നു. ഞങ്ങൾ പുറത്തേക്ക് ഓരോ യാത്രകൾ നടത്തുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ആണെങ്കിൽ ഒരു സ്റ്റാർ ആയിരുന്നു, അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ ആയിരുന്നു എന്നാണെങ്കിൽ നമുക്ക് പറയാം. ആ രീതിയിൽ ആൾക്കാർ ഇഷ്ടപ്പെട്ടിരുന്നതാണ്. പക്ഷേ അനൂപ് എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റിലോ അനൂപ് ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സിലോ അന്ന് ആൾക്കാർ ഇഷ്ടപ്പെട്ടിരുന്ന അനൂപിനെ തിരിച്ചു കൊടുക്കാനായിട്ട് സിനിമയിൽ വന്നിട്ട് അനൂപിന് കഴിഞ്ഞിട്ടില്ല. അതൊക്കെ ഈ സിനിമയിലെ ഈ ഒരു ക്യാരക്ടറിലൂടെ ഒരു പരിധി വരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചിത്രത്തിൻ്റെ ടൈറ്റിൽ മാത്രമാണോ ഈ ദേഷ്യവും വഴക്കും ഒക്കെ? എങ്ങനെ ഫുൾ ഓൺ എൻ്റർടൈൻമെൻറ്റ് മൂവിയാണോ? എങ്ങനെയാണ് ഈ ഒരു ഫിലിം പോകുന്നത്? എങ്ങനെ? അല്ല, അത് ഈ ആംഗ്രി ബേബീസ് എന്ന് പറഞ്ഞാൽ ഈ 2 ക്യാരക്ടേഴ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. വളരെ എന്താ പറയുക, പ്രണയത്തിൻ്റെ മറ്റേ ആരും കാണാത്ത തലത്തിലൂടെ എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു ഘട്ടത്തിൽ നിന്നും ഒരു ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് തിരിച്ചറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. പ്രണയമൊന്നുമല്ല, ജീവിതം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അവിടെ അഡ്ജസ്റ്റ്മെൻറ്റും അല്ലെങ്കിൽ കോംപ്രമൈസസും ആണ് വേണ്ടത് എന്ന് പറയുന്ന ഒരു തിരിച്ചറിവ് വരാതിരിക്കുന്ന സമയത്താണ് ഈ ആംഗ്രി ഉണ്ടാകുന്നത് ഹസ്ബൻഡ് ആൻഡ് വൈഫിനിടയിൽ. ഇത് എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവുന്നതാണ്. അപ്പം നമ്മുടെ സിനിമയിൽ അത് കുറച്ച് കൂടുതലാണ്. കുറച്ച് ഈഗോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കോംപ്ലക്സ് കാര്യങ്ങളുള്ള 2 ക്യാരക്ടേഴ്സ് നാച്ചുറലി ഈ ഒരു ആംഗ്രി സ്വഭാവം ഉണ്ടാവും. പക്ഷെ എന്നാൽ അതൊന്നും അല്ല ഇവരുടെ. ഇപ്പം എനിക്കറിയാവുന്ന അനൂപിലോ ഭാവനയിലോ ഒന്നും അങ്ങനെയില്ല.
ഈ ഭാവന ആയാലും നമുക്കറിയാം മലയാളത്തിന് അപൂർവമായിട്ട് കിട്ടിയിട്ടുള്ള വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ആക്ട്രസ്സാണ്. അപ്പോൾ ഞാനത് മുമ്പ് ഹാപ്പി ഹസ്ബൻഡ്സിൽ അഭിനയിച്ചിട്ടുകൊണ്ട് എനിക്കറിയാം. അപ്പോൾ ഈ ഒരു പെയർ എനിക്ക് തോന്നുന്നു ഇതിനപ്പുറം ഒരുപക്ഷെ വേറെ ആരും ചെയ്താൽ നന്നാവോ എന്ന് നമുക്ക് തന്നെ ഓരോ സീൻസ് ഇട്ട് കാണുമ്പോഴത്തേക്കും നമുക്ക് തോന്നാറുണ്ട്. അപ്പം ഈ ഒരു കെമിസ്ട്രി അനൂപും ഭാവനയും മുമ്പ് ഒരു പാട്ടിൽ മാത്രമായിട്ടാണെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം ലോഡ്ജിലോ മറ്റോ. അതിനുശേഷം ഫുൾ ലെങ്ത് ഒരുമിച്ചാണ് ഇപ്പോൾ അഭിനയിക്കുന്നത്. പക്ഷേ എന്തോ ഒരു 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 ഗിവ് ആൻഡ് ടേക്ക് ആ ഷൂട്ട് സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറം റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ആ സമയത്ത് ക്യാരക്ടറായിട്ടുള്ള സമയത്തുള്ള ആംഗ്രി അല്ലാതെ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം നമുക്കത് അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. 1983 ആയിരുന്നു ലാസ്റ്റ് മൂവി. അതൊരു 1 ഹിറ്റും ആയിരുന്നു ചിത്രം. ഇപ്പോൾ ഒരു ലോങ് ബ്രേക്കിന് ശേഷമാണെന്ന് തോന്നുന്നു നായകനായി എത്തുന്ന ഒരു ചിത്രം. എന്തുകൊണ്ടാണ് ഒരു ബ്രേക്ക് വന്നത്? അല്ല, ഞാൻ ക്യാരക്ടേഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെ നായകനാണോ ഉപനായകനാണോ എന്നുള്ളത് എൻ്റെ ഒരു മാനദണ്ഡമേ അല്ല ഒരു കാലത്തും. എൻ്റെ ഇപ്പം ഹിറ്റായിട്ടുള്ള ക്യാരക്ടറൈസേഷൻസ് എല്ലാം സജി പറഞ്ഞ പോലെ ട്രാഫിക് ആയാലും ബ്യൂട്ടിഫുൾ ആയാലും ട്രിവാൻഡ്രം ലോഡ്ജ് ആയാലും 1983 ഈ സിനിമകളൊക്കെ തന്നെ കുറച്ച് ഒരു എന്താ പറയുക കുറച്ച് ഫിലോസഫിക്കലായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ കുറച്ച് ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടറൈസേഷൻസ് ആയിരുന്നു. പക്ഷേ ഇവർക്ക് സജി എടുത്ത് ഞാൻ ഈ സിനിമയുടെ തുടക്കത്തിൽ എടാ എങ്ങനെയാണ് നിൻ്റെ ബോഡി ലാംഗ്വേജ് പരിപാടിയൊക്കെ സജി വേറൊന്നും ചെയ്യാനില്ല, നീ ഞങ്ങളുടെ അടുത്ത് എങ്ങനെയാണോ അത് നിന്നെ ഇതുവരെ സിനിമ കണ്ടിട്ടില്ല. നിനക്ക് എപ്പോഴും കിട്ടുന്ന ക്യാരക്ടേഴ്സ് പോലീസ് ഓഫീസേഴ്സ്, വെരി ഡോമിനേറ്റിംഗ് സോർട്ട് ഓഫ് ഗായ്, അതാണ് കണ്ടിട്ടുള്ളത്. നിനക്കതല്ലാതെ നിന്നിലൊരു ഭയങ്കര കുസൃതിയുള്ളൊരു കുട്ടിയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. നീ വളരെ ഇമ്മച്ചുവറാണെന്ന് ഞങ്ങൾക്കറിയാം. ആ ഇമ്മച്യൂരിറ്റിയാണ് നീ കൊണ്ടുവരേണ്ടതിനാണ്. സോ ജസ്റ്റ് ബി യുവർ സെൽഫ്. അപ്പോൾ ഇവരുടെ കൂടെ ആയതുകൊണ്ട് ഇപ്പോൾ സജി എനിക്ക് നന്നായിട്ട് അറിയാവുന്ന ആളാണ്. അനിച്ചേട്ടൻ ഒരുപക്ഷെ ഞാൻ ഒരു വലിയ ഹിറ്റ് മേഘം എന്ന് പറയുന്ന വലിയൊരു ഹിറ്റ് സീരിയൽ ചെയ്തപ്പോൾ അനിച്ചേട്ടനാണ് എൻ്റെ ക്യാമറമാൻ. കൃഷ്ണൻ നന്നായിട്ട് അറിയാം. പിന്നെ കൂടെ അഭിനയിച്ച ജോജു, പി ബാലേന്ദ്രൻ, ഷാജു, നോബി, നിശാന്ത്, ഭാവന, ഓഫ് കോഴ്സ് ഇവരെല്ലാം തന്നെ എനിക്ക് വളരെയധികം സൗഹൃദമുള്ള ആളുകളാണ്. സോ എനിക്ക് വളരെ എളുപ്പമായിരുന്നു ആ ഒരു സ്കിന്നിലേക്ക് കയറാമെന്ന് പറഞ്ഞത്. ആഫ്റ്റർ ദ ഫസ്റ്റ് ഡേ അതൊരു ജോളി ഗുഡ് റൈഡായിരുന്നു ആ സിനിമ എന്ന് പറയുന്നത്. ആ സിനിമയിൽ ഞങ്ങൾ അനുഭവിച്ച ആ ഒരു തമാശകളും ഞങ്ങൾ അനുഭവിച്ച രസകരമായ മുഹൂർത്തങ്ങളും സിനിമയിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റി. ഇപ്പം ഈ സിനിമ വിതരണത്തിനെടുത്ത ലാലു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, നമ്മുടെ സിനിമയിൽ ഒരു റൊമാൻറ്റിക് കോമഡി റോം കോം ആദ്യമായിട്ട് ഞാൻ കണ്ടു. അതാണ് ഞാനിത് വിതരണത്തിനെടുക്കാൻ കാരണം. നിങ്ങൾ ഒരു നിമിഷം പോലും എന്നെ ബോറടിപ്പിച്ചില്ല. അത്രയും രസകരമായ, എസ്പെഷ്യലി ഇതിൻ്റെ ക്ലൈമാക്സ്. കാരണം ഇത്തരം സിനിമകൾക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മൾ റൈറ്റർ എന്ന രീതിയിലും ആക്ടർ എന്ന രീതിയിലും ഡയറക്ടർ എന്ന രീതിയിലും ഞങ്ങളെല്ലാം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം ഇതിൻ്റെ പ്രഡിക്റ്റബിലിറ്റിയാണ്. കാരണം രണ്ടുപേർ കല്യാണം കഴിച്ചതിന് ശേഷമുള്ള ജീവിതത്തിന് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ക്ലൈമാക്സ് എന്തായിരിക്കും നമ്മൾ ആദ്യം സെറ്റ് ചെയ്യും. കാണാൻ പോകുന്നവർ ഇങ്ങനെ വരൂ, അത് കട്ട് ചെയ്യുക, അത് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ. എന്നാൽ ഒരു ട്രാജഡിയിലേക്ക് ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള എൻഡിങ് വേറൊരു വിധത്തിൽ വേറൊരു വഴിയിലേക്ക് എങ്ങനെ തിരിക്കാം. അപ്പം ലാലുചേട്ടൻ പറഞ്ഞ ആ ക്ലൈമാക്സ് ആണ് അതിൻ്റെ ആ സിനിമയുടെ സ്ട്രെങ്ത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും റിസ്കി ആയിട്ടുള്ള കാര്യമാണ്. കാരണം 15 മിനിറ്റോളം ഉള്ള ഒരു ഡയലോഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലൈമാക്സ് ആണ് ഈ സിനിമയുടെ. അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്നിടത്താണ് ഈ സിനിമ വിജയിക്കാൻ ഉള്ള കാരണങ്ങൾ ഞാൻ കാണുന്നു. ആദ്യം പറഞ്ഞു കേട്ടിരുന്നത് ജയസൂര്യ ആയിരുന്നു നായകൻ ആയി എത്തേണ്ടിരുന്നത്. പിന്നെ എങ്ങനെയാണ് അനൂപിലേക്ക് അത് എത്തിപ്പെട്ടത്? അല്ല, അത് പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ട് ഈ പ്രോജക്റ്റിന് പകരമുള്ള പ്രോജക്റ്റിലായിരുന്നു. അതായത് ഹസ്ബൻഡ്സ് ഇൻ ഗോവ കഴിഞ്ഞിട്ട് ജയനെ വെച്ചിട്ടുള്ള ഒരു പ്രോജക്റ്റായിരുന്നു ഞങ്ങൾ ആലോചിച്ചിരുന്നത്. ആ പാർട്ട്ണർ എന്നായിരുന്നു എൻ്റെ പേര്. ആ പ്രോജക്റ്റിന് ഡിലേ വന്നപ്പോൾ, അതിങ്ങനെ നീണ്ട് പല ഡേറ്റ്സിൻ്റെയും ക്ലാഷ് വന്നപ്പോഴത്തേക്കാണ് അനൂപ് അന്ന് പറഞ്ഞ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചതും അനൂപിൻ്റെ ഡേറ്റ് ഫ്രീ ഉണ്ടോ അതിന് മുൻപ് ഈ ഗ്യാപ്പ്, കാരണം പ്രൊഡ്യൂസേഴ്സിന് അത്ര ഒരു ഡിലേ അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. അപ്പോൾ അനൂപിനോട് വെച്ച് നമ്മൾ അന്ന് പറഞ്ഞ ആ സബ്ജക്റ്റ് വർക്ക് ചെയ്താൽ നമുക്കിപ്പോൾ സിനിമയാക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അനൂപിന് ഭയങ്കര സന്തോഷമാണ്. എന്നുവെച്ചാൽ അനൂപ് എന്താ പറയുക, ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്ന ഒരു സബ്ജക്റ്റാണ്. അനൂപ് ആ ക്യാരക്ടറിലുണ്ടെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞത്. അപ്പോൾ അത് ഒരുപക്ഷെ വളരെ വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ട് ഒരുപക്ഷെ ഞാൻ ചെയ്താൽ നന്നായിരിക്കുമെന്ന് അനൂപിന് തോന്നി. അനൂപ് തന്നെ ആ ക്യാരക്ടർ ചെയ്താൽ നന്നായിരിക്കും നമുക്കും തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രോജക്റ്റ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഈ മൂവിയുടെ ട്രെയിലേഴ്സ് കാണുമ്പോൾ തന്നെ അറിയാം, നിങ്ങൾ അനൂപും ഭാവനയും തമ്മിലുള്ള ആ ഒരു ജോഡി നല്ലൊരു കെമിസ്ട്രി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഭാവനയുമൊത്തുള്ള ഒരു എക്സ്പീരിയൻസ്?
ഭാവന ഞങ്ങളുടെ എല്ലാം അടുത്ത സുഹൃത്താണ്. ഈ സിനിമ ഷൂട്ട് ചെയ്തത് എന്താണ് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഓരോ ദിവസവും വളരെ അപകടകരങ്ങളായിട്ടുള്ള സംഭവവികാസങ്ങളിലൂടെ മെഷീൻ ഗണ്ണിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തത്. മെഷീൻ ഗൺ വീൽഡ് ചെയ്യുന്ന പോലീസുകാർ ഒരു സൈഡിൽ നിൽക്കുകയും അപ്പുറത്തെ പിന്നെ തെരുവിൻ്റെ അപ്പുറത്ത് ഇവൻ ക്യാമറയെ ഒളിപ്പിച്ച് നിൽക്കുകയും ഞങ്ങളിതൊന്നും ഷൂട്ടുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാമുകന്മാരെ പോലെ ഞാനും അവനെയും റോഡിൻ്റെ മറ്റൊരു വശത്തു കൂടി നടക്കുകയും അങ്ങനെയാണ് ഈ പടം ഷൂട്ട് ചെയ്തത്. അപ്പോൾ അവിടുന്ന് സജി പിന്നെ ലൗഡ് സ്പീക്കറിലിട്ട് എൻ്റെ ഫോണിലേക്ക് വിളിച്ച് ആക്ഷൻ എന്ന് പറയും. ഞാൻ പതുക്കെ സൈഡിൽ നിന്ന് ഭാവനയെ ചേർത്ത് പിടിച്ച് ഇനി ഡയലോഗ് പറഞ്ഞോ, ഡയലോഗ് പറയും. കുറച്ച് കഴിഞ്ഞ് ഇല്ല ശരിയല്ല ഫ്രെയിം ഔട്ട് പോയി കട്ട്, പിന്നെ തിരിച്ചു വരും. അങ്ങനെ അത്രയും രസമുള്ള, അതെനിക്ക് തോന്നുന്നു വേറൊരു ആക്ട്രസുമായിട്ട് അതെങ്ങനെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമെന്നാണ്. കാരണം അവരെല്ലാം വളരെ കോൺഷ്യസ് ആണ്, എപ്പോഴും മിറർ വേണം. അപ്പോൾ റോഡിൻ്റെ ഏകദേശം ഒരു വലിയ ട്രാഫിക്കിനപ്പുറത്താണ് നിൽക്കുന്നത്. മേക്കപ്പ് മാനെ കൊണ്ടുപോയി ഈ മിറർ കൊടുത്താൽ തന്നെ പ്രശ്നമാണ്. അപ്പോഴെ തന്നെ പോലീസുകാരനറിയാം അത് ഷൂട്ട് ചെയ്യുകയാണെന്നുള്ളത്. ഭാവന വാസ് അൺകൺസേൺഡ് അബൌട്ട്. ഒരു പ്രശ്നമില്ല ഭാവന. അത് ട്രെയിനിൽ ചാടി കയറാണെങ്കിൽ ചാടി ഇറങ്ങാനാണെങ്കിൽ ചാടി ഇറങ്ങാനും, മതിൽ ചാടാനും, അതിൻ്റെ മുകളിൽ കയറി നിൽക്കാനാണെങ്കിൽ അതിന് ഇത്രയും നമുക്ക് കംഫർട്ടബിളായിട്ടും ഫ്ലെക്സിബിളായിട്ടും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ഗിഫ്റ്റഡാണ്. അത് പറയാതിരിക്കാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെയൊക്കെ ഒരു ഫൈനൽ ഇത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു നല്ല ഗോസിപ്പ് ഉണ്ടായി ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ട് നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ. കാരണം ഇത് ക്യാമറ ഇല്ലല്ലോ. മലയാളീസ് നോക്കുമ്പോൾ അനൂപ് ഭാവന ഒരു ട്രെയിനിൽ ബാഗുമായിട്ട് വന്നിറങ്ങുന്നു, ഭയങ്കര ചിരിച്ച് കളിച്ച് പോകുന്നു. ഇവരടുത്ത് വന്ന് ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത് അത് ഭയങ്കര രസമുള്ള സിറ്റുവേഷൻ ഉണ്ടായി. അതായത് വീട്ടിൽ സ്റ്റേഷനിൽ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ പോലീസ് നോക്കുന്നുണ്ട്, CCTV ഉണ്ട്. ഞങ്ങളെ തിരിച്ചറിഞ്ഞ ഒരു മലയാളി കുടുംബം ഞങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. അപ്പം സജി അവിടുന്ന് ഹോസ്പിറ്റലിൽ പറഞ്ഞാൽ മലയാളികൾ വരുന്നുണ്ട്, പോലീസിൻ്റെ പ്രശ്നം എങ്ങനെയെങ്കിലും ഇത് വർക്കൗട്ട് ചെയ്തു. അപ്പം അടുത്ത് യോനും ഭാവനയും എന്ന് പറയുകയും ഞങ്ങളൊരു ചേച്ചി ഉണ്ടരുത്, ആരടുത്തും അറിയരുത്, ഞങ്ങൾ നാട്ടിൽ നിന്ന് ആരും അറിയാതെ ഒളിച്ചോടി വന്നിരിക്കുകയാണ്, പിന്നെ വീഡിയോ ഒന്നും അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ ചേച്ചി ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയാൽ ഞങ്ങൾ CCTVയിൽ അറിയും, ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കും. ഓക്കെ പറയുമെന്ന് പറയുന്നത്. അപ്പോൾ ഇവർ അതെല്ലാം മറന്നുപോയി. ഈ CCTV മറന്നു, പോലീസിൻ്റെ കാര്യം മറന്നു. അവർ എന്നെയും ഇവിടെ നോക്കിയിട്ട് അപ്പളെ തോന്നിക്കണ്, നിങ്ങളെ ട്രിവാൻഡ്രം ലോഡ്ജിലെ കളി കണ്ടപ്പോളെ തോന്നിക്കണ് കല്യാണം കഴിച്ചോടിച്ചോടും. പിന്നെ നാട്ടിൽ വന്നു കഴിയുമ്പോൾ മീഡിയ ഒക്കെ എല്ലാം എന്നെ വിളിക്കുകയാണ്, എന്താണ് ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ. ഞാൻ അപ്പോഴേ അനുഭവം തോന്നി, നീ ഇപ്പം നാട്ടിൽ വിളിച്ച് TV വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴേ സ്ക്രോള് പോയി തുടങ്ങും, വെറുതെ കോമഡി അടിക്കുന്നത്. കൃഷ്ണ പൂജപ്പുര കൂട്ടുകെട്ടിൽ വരുന്ന ചിത്രങ്ങൾ ഫാമിലി ഓറിയൻറ്റഡ് ആയിരിക്കും. ഇവർ വിവാഹിതരായ ഹസ്ബൻഡ്സ് ഇൻ ഗോവ. ഇതൊരു റൊമാൻറ്റിക് കോമഡി, നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു വിശേഷണവുമായാണ് ചിത്രം എത്തുന്നത്. ആ ഒരു വിശേഷണം എത്രമാത്രം സാധ്യമായിട്ടുണ്ട് ചിത്രം ഇനി തിയേറ്ററിൽ എത്താൻ? റൊമാൻറ്റിക് കോമഡി എന്നുള്ള ഇത് ശരിക്കും നമ്മൾ അങ്ങനത്തെ ഒരു ഇതാണെന്നൊന്നും വെച്ച് ഷൂട്ട് ചെയ്തൊന്നുമല്ല. ഇത് നമ്മൾ ഈ പറയുന്ന കുട്ടികൾ മുതൽ ഫാമിലീസിനൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷേ എന്താണെന്നറിയില്ല, ഈ ഒരു ജേണലിൽ പെട്ട സിനിമകൾ അധികം വന്നിട്ടില്ല എന്നുള്ളൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇത് ഇവിടെ പരീക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു സാധാരണ സംഭവബഹുലമായ ക്ലൈമാക്സ് അല്ലെങ്കിൽ ട്വിസ്റ്റ് അങ്ങനെയൊക്കെയാണ് മലയാളത്തിൽ സാധാരണ ആൾക്കാർ ഇഷ്ടപ്പെടുന്നത്. ഒരു ബഹളം, മ്യൂസിക്കിൻ്റെ അതൊന്നും അല്ലാത്തൊരു ഒരു സ്വീറ്റ്, ഒരു ഫീൽ ഗുഡ് സംഭവമാണ്. അപ്പോൾ അതൊരു ശരിക്കും പരീക്ഷണമായിരുന്നു. ഇതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയതെന്ന് പറയുന്നത് ഇത് ഓക്കെ, ഇത് നമ്മൾ ഉദ്ദേശിച്ച സാധനം വർക്കൗട്ട് ആകുമെന്ന് തോന്നിയത് മെയിനായിട്ട് ഈ പറയുന്ന ലാൽ ജോസ്, അതുപോലെ തന്നെ ഇതിൻ്റെ സൗണ്ട് മിക്സ് ചെയ്ത രാജാകൃഷ്ണൻ, ഇത് എഡിറ്റ് ചെയ്ത മനോജ്, ഇത് മ്യൂസിക് ചെയ്ത ബിജിപാൽ, ഇവരൊക്കെ ഈ സിനിമ ഫ്രഷ്. അപ്പം നമ്മളിത് ചെയ്യുമ്പോൾ ഇത് എങ്ങനെയായിരിക്കും മറ്റുള്ളവർ എടുക്കുന്നതെന്ന് എപ്പോഴും നമുക്കൊരു ആശങ്ക ഉണ്ടാവും. പക്ഷെ ഇവർ ഈ പറയുന്ന ആൾക്കാരുടെ ഫ്രണ്ടിലേക്ക് ഇത് ഫ്രഷ് ആയിട്ടാണ് വരുന്നത്. ഇവരുടെയൊക്കെ അല്ലെങ്കിൽ പിന്നെ ലാലുചേട്ടനെ പോലെ ഒരാൾ ഒരു നോർമൽ സിനിമ അങ്ങനെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കില്ല. അദ്ദേഹത്തിൻ്റെ സിനിമയെ കൂടാതെ അദ്ദേഹം എടുക്കുന്ന എന്തെങ്കിലും ഒരു പുതുമയുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞ ഈ ഒരു റൊമാൻറ്റിക് കോമഡി എന്ന് പറഞ്ഞാൽ അധികം മലയാളത്തിൽ വന്നിട്ടില്ലാത്തത് കൊണ്ട് ഒരു സെക്കൻഡ് ഇതെപ്പോൾ വേണോ ഇത് ഓവറാക്കി കഴിഞ്ഞാൽ ഇത് ഭയങ്കര കുളമാകും. വളരെ ഒരു നാരോ ഇതിലൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. സ്ലാപ്സ്റ്റിക് ആവാൻ പാടില്ല, സ്ലാപ്സ്റ്റിക് ആയാലും കുളമാവും. അപ്പം അങ്ങനെ ഒരു പരീക്ഷണമായിരുന്നു. പക്ഷെ ഈ 4 പേരാണ് ശരിക്കും നമുക്ക് ആദ്യം ഇതിൻ്റെ ഒരു കോൺഫിഡൻസ് വരുന്നത്. കാരണം നമുക്ക് അങ്ങോട്ടോടെ ഇത് വർക്കൗട്ട് ആവുമോ, ഇവൻ തിരിച്ചിടെ ഇത് എങ്ങനെയായിരിക്കും, ഞാൻ പറഞ്ഞു അറിയില്ല, ഇത് തിയേറ്ററിൽ വരണം. പക്ഷെ ഇപ്പം എൻ്റെ 6 സിനിമ മിക്സ് ചെയ്ത ആളാണ് ഈ രാജ മെഡ്രാസ് ഒരു ദിവസം രാത്രി 12 മണിക്ക് എന്നെ എന്തിനു വിളിക്കുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ പടം അവിടെ എത്തിച്ചിട്ടുണ്ട് കാണാനായിട്ട്. ഇത് കണ്ടിട്ട് രാത്രി തന്നെ എനിക്ക് അറ്റാക്ക് വരുന്ന രീതിയിലൊരു മറുപടി ആയിരിക്കുമോ എന്ന് ഞാൻ പേടിച്ച് എടുത്തപ്പോഴത്തേക്ക് ചേട്ടാ ഇതുവരെ ചെയ്താൽ എനിക്ക്
ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമയാണ് കേട്ടോ. ഇത് ഭയങ്കര രസമുണ്ട് കേട്ടോ, ഭയങ്കര മൂഡുണ്ട്. ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇത്ര ഇഷ്ടമായി. ഞാൻ സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് വിളിക്കാമെന്നുണ്ട്. അപ്പോൾ ഞാൻ 1 മണിക്കൂറോടെ വെയിറ്റ് ചെയ്ത് കിടക്കാൻ 1 മണിക്കൂർ ഞാൻ വിളിച്ചു, ചേട്ടാ ഈ ഒന്നും പറയാനില്ല, ഒന്നും തിരിഞ്ഞു നോക്കണ്ട, ഇത് ഭയങ്കര രസമായിട്ടുണ്ട്. ഇത് ജനം എങ്ങനെ എടുക്കും എന്നുള്ളതിനെ കുറിച്ച് അറിയില്ല, പക്ഷേ ഇത് എടുക്കണം. കാരണം ഇതങ്ങനെ അപൂർവമായിട്ട് വരുന്ന ഈ റൊമാൻറ്റിക് കോമഡി മൂവീസ് അപൂർവമായിട്ട് വരാറുള്ളൂ. അപ്പോൾ അതിൽപ്പെട്ടു ഇത് നമുക്ക് ലാൽ ചേട്ടൻ്റെ അടുത്ത് പറയാനുണ്ട്. രാജയാണ് ലാൽ ജോസിൻ്റെ അടുത്ത് ഈ സിനിമയെക്കുറിച്ച് പറയുന്നത്. ലാൽ ചേട്ടൻ ലൊക്കേഷനിൽ പോയി ഞാൻ ഇതിൻ്റെ ക്ലിപ്പിങ്സ് കാണിക്കുന്നത്. അനൂപ് വന്ന് ലൊക്കേഷനിലുണ്ടായിരുന്നു. പിന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഷൂട്ടിൻ്റെ ഇടയിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല വേറെ ആരും അങ്ങനെ വരും. തൊട്ടടുത്ത ദിവസം തന്നെ ഷൂട്ട് നേരത്തെ ബ്രേക്ക് ചെയ്തിട്ട് അദ്ദേഹം വന്ന് ഫുൾ സിനിമ കണ്ടിട്ട് പറഞ്ഞു ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, കാരണം ഒരു സെക്കൻഡ് നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല, ഞാനത് എടുക്കുകയാണ് എന്നുള്ളതായിരുന്നു. അവസാനമായി സജി സുരേന്ദ്രനോട് കൃഷ്ണ പുജപ്പുര എന്ന തിരക്കഥാകൃത്തിനോട് കൂടി അല്ലാതെ ഒരു സിനിമ പ്ലാനിങ് ഉണ്ടോ, ഇനി ഉണ്ടാവുമോ? ഉണ്ട്. ഇപ്പോൾ അനൂപ് എഴുതുന്നുണ്ട് ഒരു പ്രോജക്റ്റ്, പിന്നെ സച്ചി സേതു ചേട്ടൻ്റെ ഒരു പ്രോജക്റ്റ്, പിന്നെ ഇതിനൊക്കെ ഞാൻ ആദ്യം സീരിയൽ ഞങ്ങൾ ഈ പറഞ്ഞ മേഘം എന്ന് പറഞ്ഞ സീരിയൽ എഴുതിയിട്ടുള്ള മാത്യു ചേട്ടൻ അസാധ്യ റൈറ്ററാണ്, പക്ഷേ നാഷണൽ അവാർഡ് വിന്നറാണ്. കുട്ടിസ് റാങ്ക് എന്നൊക്കെ പറഞ്ഞ സിനിമ ആയിട്ടുള്ള മാത്യു ചേട്ടൻ്റെ കൂടെ ഒരു പ്രോജക്റ്റ് ഉണ്ട്. ഇനി വരാനിരിക്കുന്ന പ്രോജക്ട്സ് ഏതൊക്കെയാണ്? ഇനി സജിയോടൊപ്പം ഒരു പ്രോജക്റ്റ് ഉണ്ട്, ഒരു മാർട്ടിൻ പ്രക്കാട്ട് സിനിമ. അത് കഴിഞ്ഞ് ശ്യാമപ്രസാദ് പടമുണ്ട്. പിന്നെ ലാൽചേട്ടന് വേണ്ടി ഞാൻ എഴുതുന്ന ഒരു സിനിമയുണ്ട്. അവസാനമായി നമ്മുടെ പ്രേക്ഷകരോട് ഈ സിനിമയെക്കുറിച്ച് ഈ സിനിമ കാണണം എന്നുള്ളത് എല്ലാ ഫിലിം മേക്കേഴ്സും അല്ലെങ്കിൽ ആക്ടേഴ്സും പറയുന്ന പോലെ തന്നെയാണ്. കാരണം ഒരുപാട് പേരുടെ ഒരുപാട് രാപകലില്ലാത്ത അധ്വാനത്തിൻ്റെ ഫലം അത് എന്ത് തന്നെ ഞങ്ങൾ അത്ര അധ്വാനിച്ചു എന്നുള്ളത് കൊണ്ട് അത് നല്ല സിനിമയാവണമെന്നില്ല. അത് നിങ്ങൾ കണ്ട് വിലയിരുത്തേണ്ട കാര്യം തന്നെയാണ്. പക്ഷെ ഞങ്ങളുടെ പ്രാർത്ഥന, ആഗ്രഹം എന്ന് പറയുന്ന ആംഗ്രി ബേബീസ് എത്രയോ വർഷങ്ങളായിട്ടുള്ള ഒരു വെടിക്കലാകാരന്മാരുടെ ഒരു റിസൾട്ടാണ്. നിങ്ങൾ കാണും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും ചിത്രം ഒരുപാട് നാൾ തിയേറ്ററിൽ നിറഞ്ഞ് ഓടട്ടെ, നിറഞ്ഞ സദസ്സിൽ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റ് ആവട്ടെ. എല്ലാം ആശംസകൾ നേരുന്നു. അപ്പോൾ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.